ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മോംസ് ഹാപ്പി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ മക്കൾ തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ചോറ് വേണ്ട, കാപ്പി എന്തെങ്കിലും കൊടുത്ത് വിട്ടാൽ മതി രാവിലെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് എനിക്ക് തോന്നി. കാരണം സ്കൂൾ തുറന്നത് മുതൽ 1-2 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അവർക്ക് ചോറ് തന്നെയാണ് കൊടുത്തു വിട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് കാപ്പി കൊടുത്തു വിടാമെന്നുള്ളൊരു ഇതിൽ ഞാൻ പൂരിക്കുള്ള മാവ് കുഴച്ച് വെച്ചായിരുന്നു. എന്നിട്ട് അതിൽ കുറച്ച് ഓയിലും കൂടെ തടവി ഒരു അരമണിക്കൂർ റെസ്റ്റാക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ചായ അടുപ്പത്തോട്ട് കയറ്റി. എന്നും ഞാൻ നേരത്തെയാണ് എണീക്കുന്നത്, ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് തന്നെ എല്ലാം വെപ്രാളത്തിൽ ചെയ്യായിരുന്നു. പൂരി ആയതുകൊണ്ട് അറിയാമല്ലോ താമസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് പെട്ടെന്ന് ചടപടേന്ന് എല്ലാം ഒതുക്കാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെടുമായിരുന്നു. അങ്ങനെ ചായ ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ കറിക്കുള്ള സെറ്റപ്പിലോട്ട് പോയി. നമ്മുടെ കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പച്ച പെരുംജീരകവും കൂടെ ഇട്ട് ഒന്ന് ചോപ്പറിലൊന്ന് ചതച്ചെടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സവാളയും കൂടെ അരിഞ്ഞ് അതിലും ഒരു 3 പച്ചമുളക് കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 3 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് സ്പൈസസ് ഇട്ട് നമ്മുടെ സവാളയും ചതച്ച് വെച്ചതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം, കുറച്ച് ഉപ്പും കൂടെ ഇട്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് പിന്നെ അത് വേവുന്ന സമയം ഒരു 8-10 പൂരി ഒന്ന് പരത്തി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുറച്ച് പൂരി നമ്മൾ പരത്തി വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ സവാള എല്ലാം നല്ല വെന്ത് നല്ല പാകമായിട്ടിരിക്കുകയായിരുന്നു. അതിൽ കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും കൂടെ തട്ടി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. പൊടികൾ ഒരുപാടൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിൽ ചാറ്, ഇവിടെ ഉള്ളവർക്ക് ചാറ് അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ചാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം ആ സമയത്തായിരുന്നു എൻ്റെ മോൻ എണീറ്റ് വന്നത്. പുള്ളിക്കാരൻ സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറഞ്ഞാണ് വന്നത്, പക്ഷേ ഞാൻ ഉണ്ടാക്കിയില്ല. അങ്ങനെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചു. എന്താ ഒരു സ്മെല്ലായിരുന്നെന്ന് അറിയാമോ. അത് കഴിഞ്ഞ് നമ്മുടെ മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതീയിലിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളതിനെ ഇറക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പൂരി ചുടാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയായിരുന്നു. നല്ല എണ്ണ നല്ല തിളച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ പൂരി പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കുകയായിരുന്നു. അപ്പോഴേക്കും നേരെ നല്ല വെളുത്തിട്ടുണ്ടായിരുന്നു. മോൻ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, ഇന്നൊന്നും പഠിപ്പിക്കത്തില്ല, മിഡ് എക്സാം ആയതുകൊണ്ട് ഞാൻ പിന്നെ പോകണ്ടെന്നൊന്നും പറഞ്ഞില്ല. കേൾക്കാത്തതുപോലെ കുറേ നേരം നിന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് സോപ്പൊക്കെ ഇട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്കൂൾ അടയ്ക്കും, ഓണത്തിന് 10 ദിവസം അവധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു. അങ്ങനെ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ലഞ്ചൊക്കെ കൊടുത്ത് സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ ഉച്ചയ്ക്കുള്ള സംഭവങ്ങളിലോട്ട് കടന്നു. അപ്പോൾ അരി അടുപ്പത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് തീ കത്തിച്ചു, കഞ്ഞിക്കൽ അടുപ്പിൽ വെച്ചു. വെള്ളം തിളച്ച് കഴിഞ്ഞ് അരി അടുപ്പത്തോട്ട് ഇട്ടതിന് ശേഷം പിന്നെ ബാക്കി നമ്മുടെ കറികളിലോട്ട് കിടക്കുകയായിരുന്നു. തോരന് ബീട്രൂട്ടും ക്യാരറ്റുമാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്നും ഇത് തന്നെയാണെന്ന്. നമ്മുടെ വീട്ടിൽ എന്നും ഇല്ലാണ്ടിരിക്കുന്ന സാധനമല്ല, എന്നും കാണും ഈ ബീട്രൂട്ടും ക്യാരറ്റും. അപ്പോൾ അത് കളയുന്നത് എങ്ങനെയെന്ന് വിചാരിച്ച് അതങ്ങനെ തോരൻ വയ്ക്കുന്നതാണ്. അങ്ങനെ അത് രണ്ടും കൂടെ മിക്സാക്കി തോരൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ നെത്തോലിയാണ് കറി വയ്ക്കാൻ കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടുന്ന അരപ്പ് സെറ്റാക്കാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കുറച്ച് കൊച്ചുള്ളിയും പെരുംജീരകവും കുറച്ച് പുളിയും കൂടെ ഒന്ന് ആദ്യം അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് കുഴഞ്ഞ് പോകണം, അതായത് നല്ല അരയാനും പാടില്ല, ആ ഒരു ലെവലിൽ അരച്ചെടുത്തിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് തട്ടി കൊടുക്കുക. അതിൽ നമ്മുടെ പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വിരകി ഒരു കുറച്ച് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് വേവിക്കുക. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിലും, അത് കഴിഞ്ഞ് പിന്നെ സിമ്മിലോട്ട് ഒന്ന്, ചട്ടി ആയതുകൊണ്ട് സിമ്മിലിട്ടാലും നന്നായിട്ട് തിളയ്ക്കുമല്ലോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ ഇതിന് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് പറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ രസവും കൂടെ വെച്ചായിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു, അതിനെയും വടിച്ചു. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരുപാട് അങ്ങ് തളർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെത്തോലി ഫ്രൈ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കഴുകി സെറ്റാക്കി. പാത്രങ്ങൾ കഴുകൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതും കഴുകി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ചോറ് വിളമ്പി. ചോറ്, ബീട്രൂട്ട് ക്യാരറ്റ് തോരൻ, നമ്മുടെ നെത്തോലി ഫ്രൈ, പിന്നെ നെത്തോലി മീനിൻ്റെ കറി, പിന്നെ രസവും കൂടെ ഒഴിച്ച് നമ്മൾ ഉച്ചയൂണ് സെറ്റാക്കി. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.